സാധനമൊക്കെ വാങ്ങിച്ചോ പൊങ്കാലയുടെ? വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കലം വാങ്ങിക്കണം, ബാക്കിയെല്ലാം ആയി. ബാക്കിയല്ലേ? കല എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? വിലയുണ്ടോ? കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലാഭമാണ്. ഇവിടുന്ന് വാങ്ങിച്ചപ്പോൾ ലാഭമാണ്. വേറെ എവിടുന്നെങ്കിലുമൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ വീട്ടിലേക്ക്? ഇല്ല, നാളെ വരും. അവർക്കുള്ള സാധനം കൂടെ ചേർത്താണോ വാങ്ങിക്കുന്നത്? അല്ല, അവർ വന്നിട്ട് വന്നിട്ടോ? അവിടെ വീട്ടിലിടാനുള്ള സൗകര്യം ഉണ്ടല്ലേ? കച്ചവടമൊക്കെ ഇപ്പം ഈ പ്രാവശ്യം അടിപൊളിയായിട്ടിരുന്നു. വേറെ ഒരു കുഴപ്പമില്ല. അമ്മയുടെ സഹായം കൊണ്ട് നല്ലവണ്ണം വിൽക്കുകയല്ലേ എല്ലാവരും. എല്ലാം തീർന്നോ? എല്ലാം തീർന്നു. ഇനി ഒരു 10-25 വരും. ഈ പ്രാവശ്യം തന്നെ കല നമ്മൾ എടുത്ത് ഏകദേശം ഒരു വലിയ ലോഡ് എടുത്ത് അത് തീർന്നു. അമ്മയുടെ സഹായം കൊണ്ട് എല്ലാ കലവും തീർന്നു. എല്ലാ വർഷവും അമ്മയുടെ ഇതിന് വരുന്നുണ്ട്? വരും. 36 വർഷം കൊണ്ട് ഞാൻ വരാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ വരാൻ തുടങ്ങി. ഒറ്റയ്ക്കാണോ ഇപ്പൊ? ഞാൻ ഒറ്റയ്ക്ക്. അത് ശരി. വേറെ ആരും. ഒരു മാസം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ. വേറെ ആരും. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് പൊങ്കാല കഴിഞ്ഞ് അങ്ങ് പോകും. സ്ഥലം എവിടെയായിരുന്നു? നെയ്യാറ്റിങ്കര. ആളുകളുണ്ടോ? നല്ലപോലെ വാങ്ങിച്ചോ എല്ലാരും? നല്ല തിരക്കുണ്ട്. നല്ല നാളെ കൊണ്ട് തീരുമായിരിക്കും അല്ലേ? തീരുവോ? ഈ പ്രാവശ്യം തീരില്ല. സാധാരണ ഉള്ളതിനേക്കാൾ തിരക്കുണ്ടോ? സാധാരണ ഉള്ളതിനേക്കാൾ തിരക്കുണ്ടോ ഈ പ്രാവശ്യം? ഈ പ്രാവശ്യം നല്ല തിരക്ക്. എന്നു വെച്ചാൽ ശനി ഞായർ ലീവ് വന്നില്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. മഴ പ്രശ്നം ഉണ്ടാവോ? ഇന്നലെ മഴ പ്രശ്നമായിരുന്നു. 2 മണിക്കൂർ തൊടാതെ മഴ വിടാതെ പെയ്തോണ്ടിരുന്നു. ഇന്ന് മഴ സഹായിച്ചു അമ്മേരെ പുണ്യം കൊണ്ട്. സാധനങ്ങളൊക്കെ എവിടുന്നാ കൊണ്ടിരുന്നേ? നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന്. അത് ശരി. ഈ രണ്ടുപേര് നിങ്ങളെ ആരൊക്കെയാ? എന്റെ ഭർത്താവ്. അത് ശരി. എവിടെ സ്ഥലം എവിടെയാ? പൊങ്കാല ഇടുന്നത് എവിടെയാ? അതന്നെ, അവിടെ പോയിട്ടാണ് ഇടുന്നത്. ബന്ധുവീട്. വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ബന്ധുക്കാരൊക്കെ? അത് ശരി. എല്ലാരും കൂടെ അവിടെയാണ് ഇടുന്നത്. ഞാൻ എറണാകുളത്ത് നിന്ന് വന്നാണ്. അത് ശരി. ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത് അതോ വേറെ ആളുകളുണ്ടോ? അനിയത്തിയാണ്. അത് ശരി. എങ്ങനെയുണ്ട് ആറ്റുകാൽ പൊങ്കാല കച്ചവടം? ഉഷാറായിട്ട് പോകണ്ടോ? ഇന്നലെ മഴ പെയ്ത ബുദ്ധിമുട്ടായല്ലേ? മഴ പെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് കച്ചവടം മോശമായത്. ആൾക്കാർ തിരക്കുള്ള സമയത്താണ് മഴ പെയ്തു കച്ചവടം പോയത്. കുഴപ്പമില്ലാതെ കച്ചവടം നടക്കുന്നു. ഇന്ന് നല്ല വെയിലായിരുന്നു, നല്ല കച്ചവടമായിരുന്നു. എല്ലാവർക്കും നല്ല കച്ചവടം. സൺഡേ ആയതല്ല, അവധിനാണ്. ഇന്ന് നല്ല കച്ചവടം. നാളെ ഇതോടെ മിച്ചമ്മ കച്ചവടം നടക്കും. നാളെ ഇവിടെ എല്ലാം ബ്ലാക്ക് ചെയ്യും. നാളെ നല്ല എല്ലാവരും കച്ചവടമാണ്. എല്ലാ കലം മാത്രമേ ഉള്ളൂ? അതെല്ലാം ഉണ്ടോ? കലം, തവി എല്ലാം ഉണ്ട്. എല്ലാ സകല ഐറ്റം ഇവിടെ ഉണ്ട്. എവിടുന്നാ കൊണ്ടുവരണേ? ഇത് കലം കൊണ്ടുവരുന്നത് നമ്മൾ ആർക്കൊല്ലം ചുങ്ങാങ്കടം ചൊല്ലുന്ന സ്ഥലത്തിലാണ് കൊണ്ടുവരുന്നത്. അവിടെ ചെയ്യുന്നത് അവിടെ നിന്ന് എല്ലാവരും അഡ്വാൻസ് കൊടുത്ത് എല്ലാവരും മൊത്തത്തിൽ ഫുള്ളോട് അവിടെ നിന്ന് തന്നെ ഇവിടെ വരണം. തിരുവനന്തപുരത്തിൽ കലം. ഇതാരാണ് നിങ്ങൾ? അത് മാമൻ, എന്റെ മാമൻ. നിങ്ങൾ രണ്ടുപേരും കൂടാണ് ചെയ്യുന്നത്? 2 പേരും ഉണ്ട്. ഞങ്ങൾ 2 പേരും എല്ലാ വർഷവും 10-12 വർഷമായി ഇങ്ങോട്ടാണ് വന്നിട്ടേ ഇരിക്കുന്നത്. കച്ചവടം, കല കച്ചവടം. നമ്മളെല്ലാവരുമേ നമ്മളെ ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവരുന്നത് എല്ലാവരും. ശരി. കച്ചവടമൊക്കെ കച്ചവടം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. കലം മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയല്ലേ? കല മാത്രമേ പൊങ്കാലയ്ക്ക് കല ഇല്ല വിൽക്കാൻ. ഈ പ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരക്കുണ്ടോ? തിരക്കുണ്ടായിരുന്നു. നല്ല അടിപൊളിയാ പോകണം. സാധനങ്ങളൊക്കെ തീർന്നോണ്ടിരിക്കുകയാണ്. വിലയൊക്കെ എങ്ങനെയുണ്ട്? ഇതൊക്കെ വില സൈസ് കണ്ടതുപോലെ ആളുകൾക്കൊക്കെ ഓക്കെ ആണോ? കച്ചവടം എല്ലാം കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം നല്ല കച്ചവടമാണ്. ഈ പ്രാവശ്യം എല്ലാം തീരുവാറായി. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഒരുപാട് മിച്ചം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നല്ല കച്ചവടമാണ്.
കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? കച്ചവടം നടക്കുന്നു. സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. സാധനങ്ങളൊക്കെ പോകുന്നു. ഒറ്റയ്ക്കേ ഉള്ള? ഇല്ല, നമ്മൾ 4 പേരുണ്ട്, 5 പേരുണ്ട്. 5 പേരുണ്ട്. ഇത് മൊത്തം നിങ്ങളുടേതാ? കുറച്ച് ദൂരം ഇട്ടേക്കണം. രണ്ട് ചേച്ചി അനിയത്തിയായിട്ട് ഇട്ടേക്കണം. എവിടുന്നാ വന്നേക്കുന്നേ? ഞാൻ തക്കലയില്, ചേച്ചി പാപ്പനംകോട്. ഇതൊക്കെ എവിടുന്ന എടുക്കുന്നേ? നാഗർകോലി ചുമ്മാങ്കടയിൽ. വിലക്കുറവുണ്ടോ ഇപ്രാവശ്യം? വിലയൊക്കെ ഒന്നിനൊന്നും മേടിച്ചത് തന്നെ. നല്ലതാണോ? ക്വാളിറ്റി ഉള്ളതാണോ? ക്വാളിറ്റി ഉള്ള കലങ്ങളെല്ലാം കൊണ്ടുവരും. എല്ലാം വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി തന്നെ കൊടുക്കണം. അത് ശരി.